വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചു. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ 2026 അഡ്മിഷന്റെ ഷെഡ്യൂള്, അഡ്മിഷൻ തീയതികളാണ് പറയുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് മെയ് 29-ന്. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തത് ഫീ പേയ്മെന്റ് ഒക്കെ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 14-ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 15-ന് പബ്ലിഷ് ചെയ്യും. 14-ന് ക്ലോസ് ചെയ്ത് 15-ന് ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് 15-ന് വന്നാൽ അതിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉള്ള എഡിറ്റിംഗ് ചെയ്യുക, ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ 16-നാണ് എഡിറ്റിംഗിനുള്ള സമയം. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 17-ന് പബ്ലിഷ് ചെയ്യും. ജൂൺ 17-ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയി ജൂൺ 18, 19, 20, 22 തീയതികളിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമാണ്. 18, 19, 20, 22. അപ്പോൾ 17-ാം തീയതി അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഡീറ്റെയിലുകളൊക്കെ യൂണിവേഴ്സിറ്റി അറിയിക്കുക. ആ സമയത്ത് നമ്മളും അതിന്റെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കോളേജിൽ ജോയിൻ ചെയ്ത് പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 24-ന് പബ്ലിഷ് ചെയ്യും. ജൂൺ 24-ന് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ ജൂൺ 26, 27, 29 തീയതികളിൽ 26, 27, 29 തീയതികളിൽ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയമാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞ് ജൂലൈ 1-ാം തീയതി 2026 കേരള യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ ക്ലാസ് ആരംഭിക്കും ജൂലൈ 1-ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏതെങ്കിലും സ്റ്റേ പരീക്ഷ എഴുതിയിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയുടെ രജിസ്ട്രേഷൻ, പ്രൊഫൈൽ എഡിറ്റിങ് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള എഡിറ്റിംഗ് സൗകര്യവും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമൊക്കെ പിന്നീട് ഈ ജൂൺ 14 കഴിഞ്ഞാൽ പിന്നീട് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമൊക്കെ ജൂലൈ 2 മുതൽ ജൂലൈ 10 വരെയാണ്. പക്ഷേ ക്ലാസ് ജൂലൈ 1-ന് ആരംഭിക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതിയെന്ന് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.